ഇന്നത്തെ വാക്യം നോക്കിക്കോളൂ. യദി ത്വം പ്രശ്നാൻ ധ്യാനേന കരിഷ്യസി തഥാ ബഹൂൻ അംഗാൻ പ്രാപ്സ്യസി. ഈ വാക്യത്തിൽ രണ്ട് ക്രിയകളുണ്ട്. ഒന്ന് കരിഷ്യസി, അടുത്തത് പ്രാപ്സ്യസി. കരിഷ്യസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് കൃ ധാതുവാണ്, ചെയ്യുക. കൃ ധാതുവാണ്, പരസ്മൈപതിയാണ്, ഋട്ടാണ്. ഋട്ട് എന്തിനെ കാണിക്കുന്നു? ഭാവി കാലത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ മധ്യമപുരുഷ ഏകവചനവുമാണ്. മധ്യമപുരുഷ ഏകവചനം, അവിടെ മധ്യമപുരുഷ വരാൻ കാരണമുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കി രൂപങ്ങൾ കരിഷ്യസി, കരിഷ്യതഃ, കരിഷ്യഥ. ഇനി അതുപോലെ രണ്ടാമത്തത് പ്രാപ്സ്യസി. പ്രാപ്സ്യസി എന്നുള്ള പ്രാതുധാതു പരസ്മൈപതിയാണ്, അതും മറ്റതുപോലെ ഋട്ടാണ്, മധ്യമപുരുഷ ഏകവചനവുമാണ്. ബാക്കി രൂപങ്ങൾ പ്രാപ്സ്യസി, പ്രാപ്സ്യതഃ, പ്രാപ്സ്യഥ. അപ്പൊ രണ്ട് ക്രിയകൾ വന്നു. ഇനി യദി ത്വം, യദി എന്ന് പറഞ്ഞാൽ ഇഫ്, ത്വം നീ, പ്രശ്നാൻ, പ്രശ്നാൻ, പ്രശ്നഃ, പ്രശ്നോ, പ്രശ്നാഹ. അത് ഏകവചനം, പ്രഥമ വിഭക്തി ഏകവചനം. ദ്വിതീയ വന്നപ്പോൾ പ്രശ്നം, പ്രശ്നോ, പ്രശ്നാൻ. ദ്വിതീയ ബഹുവചനമാണിത്. പ്രശ്നം, പ്രശ്നോ, പ്രശ്നാൻ. പ്രശ്നങ്ങളെ, പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യങ്ങൾ, ചോദ്യങ്ങളെ. എങ്ങനെ? ധ്യാനേന, ധ്യാനേന. ധ്യാന ശബ്ദം തൃതീയ ഏകവചനമാണിത്. ഇപ്പൊ ബാലശബ്ദമാണ് ബാലേന, ബാലാഭ്യം, ബാലൈഹി. അതുപോലെ ധ്യാനേന, ധ്യാനേന, ധ്യാനാഭ്യം, ധ്യാനൈഹി. ധ്യാനത്തോടെ അല്ലെങ്കിൽ ധ്യാനത്താൽ. അപ്പൊ ഇത് ഏകവചനമല്ലേ? അപ്പൊ പ്രശ്നാൻ ധ്യാനേന കരിഷ്യസി തഥാ, തഥാ ദെൻ, അപ്പോൾ ബഹൂൻ അംഗാൻ, അംഗാൻ, അംഗാൻ എന്നുള്ളത് ബഹൂൻ അംഗാൻ, അംഗാൻ എന്നുള്ളത് അംഗശബ്ദം. അംഗഹ, അംഗോ, അംഗാഹ, അംഗം, അംഗേ, അംഗവും, അംഗാൻ. ഇവിടെ അംഗാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനമാണ്. അംഗാൻ. എങ്ങനെ? ബഹൂൻ അംഗാൻ, ധാരാളം അംഗം. അപ്പൊ അവിടെ ഇവിടെ എന്ത് തന്നെ വരണം? ദ്വിതീയ ബഹുവചനം തന്നെ വരണം. ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ധാരാളം അംഗം എന്ന് പറഞ്ഞാൽ മാർക്ക്, ധാരാളം മാർക്ക് പ്രാപ്സ്യസി ലഭിക്കും. ഇനി അടുത്ത് നോക്കിക്കോളൂ. നീ ത്വം, നീ ചോദ്യങ്ങളെ ധ്യാനേന, ശ്രദ്ധയോടെ, കരിഷ്യസി. കരിഷ്യസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ചെയ്യുമ്പോൾ എന്തോന്നാണ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം എഴുതുക. അതാണ് കരിഷ്യസി. ചെയ്യുകയാണെങ്കിൽ, തഥാ ബഹൂൻ, അപ്പോൾ എന്ത് സംഭവിക്കും? ബഹൂൻ അംഗാൻ, ധാരാളം മാർക്കുകൾ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് പ്രാപ്സ്യസി ലഭിക്കും. രണ്ടും ഇതല്ലേ, പിന്നെ ഭാവികാലമല്ലേ? കരിഷ്യസി എന്ന് പറയുമ്പോഴത്തേക്കും ത്വം വന്നതുകൊണ്ടാണ് കരിഷ്യസി വന്നത്. ത്വം യുവാൻ യുവം വരുമ്പോഴല്ലേ മധ്യപുരുഷൻ വരുന്നത്. അതുപോലെ പ്രാപ്സ്യസിയും ത്വം വരുന്നതുകൊണ്ടാണ്. ഒന്നുകൂടെ നോക്കിക്കോളൂ. നീ ചോദ്യങ്ങളെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ബഹൂനംഗാൻ, കൂടുതൽ മാർക്കുകൾ ലഭിക്കും, കൂടുതൽ മാർക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ മാർക്കുകളെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുകയാണ്. ഇവിടെ അംഗാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനമാകുമ്പോൾ എന്നുള്ള അർത്ഥമല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ?